ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷം രണ്ടാമതായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മമ്മൂട്ടി നായകനെ എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ബസൂക്ക. ഒരു ആക്ഷൻ, സ്റ്റൈലിഷ്, കൊമേഴ്ഷ്യൽ, മാസ് എന്റർടൈനർ സിനിമ എന്നതിലുപരി കുറച്ച് പരീക്ഷണങ്ങളെല്ലാം തന്നെ അടങ്ങിയ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് വിഷു റിലീസ് ചിത്രം കൂടെ ബസൂക്ക. ഇന്ന് രാത്രി 8 മണിയോടെ സിനിമയുടെ ട്രെയിലർ തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്നു. വലിയ ആരവം ആ വലിയ തിയേറ്ററിൽ നേരിടുത്ത സിനിമയുടെ ട്രെയിലർ രാത്രി 8:10 യൂട്യൂബിൽ സരിഗമ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ട്രെയിലറിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഈ ഒരു ട്രെയിലർ ഏതൊരു മലയാളി അല്ലാത്ത ആരെയും കാണിച്ചാൽ ഇതൊരു മലയാളം സിനിമയുടെ ട്രെയിലർ ആണോ, ഒരു ഹോളിവുഡ് സിനിമയുടെ ട്രെയിലർ അല്ലേ എന്നേ ചോദിക്കുകയുള്ളൂ. അത്രത്തോളം ഹോളിവുഡ് ടച്ച് ഓരോ ഫ്രെയിംസിലും മമ്മൂട്ടിയുടെ ലുക്കിലും അതോടൊപ്പം തന്നെ പ്രസന്റേഷനിലെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞ ഒരു ട്രെയിലറായിട്ട് ചിത്രത്തിന്റെ ട്രെയിലർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ട്രെയിലറിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നിയത് ഈ കാണുന്ന നടു റോഡിലെ ഉച്ചനേരത്തെ മമ്മൂട്ടിയുടെ ഈ പ്രായത്തിലുള്ള ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തുള്ള ഫൈറ്റാണ്. വൻ സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടി സിനിമയിൽ എത്തുന്നത് എന്ന് ചിത്രത്തിന്റെ ട്രെയിലറിലെ ഓരോ സെക്കൻഡ് മമ്മൂട്ടി രംഗങ്ങൾ കാണുമ്പോഴും വ്യക്തമാകുന്നു. ഇതിനിടയിൽ മമ്മൂട്ടി ആരാധകർക്ക് വേണ്ട മെഗാസ്റ്റാർ ടൈറ്റിൽ ടാഗ് കൂടി മമ്മൂട്ടിക്ക് ഈ സിനിമയിൽ നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ബസൂക്കയുടെ പ്രത്യേകത. അപ്പോൾ വിഷു റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിലർ എല്ലാം തന്നെ കാണുമ്പോൾ സിനിമ എങ്ങനെ 100 കോടി കളക്ഷൻ നേടിയെടുക്കാതിരിക്കുമെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2023 സിനിമയുടെ ഷൂട്ട് നടന്നത്. മമ്മൂട്ടിയോടൊപ്പം GVM കൂടി സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്നു. അപ്പോൾ ബസൂക്ക എന്ന സിനിമ 100 കോടി നേടിയെടുക്കട്ടെ, വിഷു വിന്നറായിട്ട് സിനിമ ബോക്സ് ഓഫീസിൽ മാറട്ടെ എന്ന് ആശംസിക്കാം. ട്രെയിലർ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പ്രത്യേകം ചോദിക്കേണ്ടതില്ലല്ലോ. ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പിന്നെ ഏത് സിനിമയുടെ ട്രെയിലർ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നൊരു ചോദ്യം ബാക്കി.